ഇന്നത്തെ ക്ലാസ്സേ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കാരണം അതായിരിക്കാം കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നോക്കൂ, ഹി ഹാസ് കം, ഹി കെയിം യെസ്റ്റർഡേ. ഈ ഒരു സെക്ഷൻ മാത്രം നോക്കുക. ഹി ഹാസ് ലെഫ്റ്റ്, ഹി ലെഫ്റ്റ് യെസ്റ്റർഡേ. ഈ സെക്ഷനും ശ്രദ്ധിക്കുക. ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്, ഹി ഫിനിഷ്ഡ് ദ വർക്ക് ഏർലി ഇൻ ദ മോർണിംഗ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയി എന്നും പോയിട്ട് തിരിച്ചു വന്നു എന്നും പറയാൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാസ്റ്റ് എന്താണ്, പെർഫെക്റ്റ് എന്താണ് എന്നൊന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പൊ നിങ്ങളൊന്ന് നോക്കൂ, ഇതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ പറയൂ. ഹി ഹാസ് കം, ഹി കെയിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥ വ്യത്യാസം? കം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വരിക, അല്ലെ? അപ്പൊ ഹി ഹാസിന്റെ അർത്ഥം എന്താണ്? ഉണ്ട്. അപ്പൊ ഹി ഹാസ് കം എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ടുണ്ട്. ഹി കെയിം യെസ്റ്റർഡേ. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്, കെയിം എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. അപ്പൊ ഞാനേ എൻ്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഒരാളോട് ചോദിച്ചു കമ്മിന്റെ അർത്ഥം എന്താണ്. അപ്പൊ പറഞ്ഞു പ്രസന്റ് ആണ്, വരിക എന്നാണ്. അപ്പൊ കെയിമിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവര് പറഞ്ഞു പോയി എന്നാണ്. പോയി എന്നാണോ? അവർ ചിന്തിക്കുമ്പോൾ നേരാണ്, അല്ലെ? പോയി അല്ല. എന്താണ് കെയിമിന്റെ അർത്ഥം? കം വരിക, കെയിം വന്നു എന്നാണ് അർത്ഥം. ഹി ഹാസ് കം, അവൻ വന്നിട്ടുണ്ട്. ഹി കെയിം യെസ്റ്റർഡേ, അവൻ ഇന്നലെ വന്നു. തമ്മിൽ എന്താ വ്യത്യാസം? ഹി ഹാസ് കം എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ടുണ്ട്, ഇപ്പോഴും വീട്ടിലുണ്ട്. ക്ലിയർ? ഹി ഹാസ് കം എന്ന് പറഞ്ഞാൽ അവൻ വന്നിട്ടുണ്ട്, ഇപ്പോഴും വീട്ടിലുണ്ടെന്നാണ് അർത്ഥം. ഹി കെയിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ വന്നു, പക്ഷെ അവൻ പോയോ പോയില്ലയോ എന്ന് നമുക്കറിയത്തില്ല. അതാണ് വ്യത്യാസം. അവൻ ഇന്നലെ വന്നായിരുന്നു, ഇന്ന് പോയോ? അത് നമുക്കറിയത്തില്ല. പക്ഷെ ഹി ഹാസ് കം എന്ന് പറയുമ്പോൾ അവൻ വീട്ടിലുണ്ട്, പോയിട്ടില്ലെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ഹി കെയിം യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ വന്നു, പക്ഷെ പോയോ പോയില്ലയോ, എപ്പോ പോയി അതൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഹി ഹാസ് കമ്മിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുത്തില്ല? ഒരു സമയം കൊടുത്തില്ല. ഈ കെയിമിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുത്തു? യെസ്റ്റർഡേ എന്ന് കൊടുത്തു. ഇത് എന്ത് ടെൻസ് ആണ്? പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇത് എന്ത് ടെൻസ് ആണ്? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? ടൈം ചേർത്തു. ഇതെല്ലാം ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറയാൻ കാരണം എന്താണെന്നോ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് എന്തോരം പഠിച്ചു? അത്രയും പഠിച്ച കാര്യമാണ്. എന്നാലും ചോദിക്കും, അവൻ വന്നു, അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നായിരുന്നു എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുക? ഇപ്പൊ ക്ലിയർ ആയോ? അവൻ വന്നിട്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹി ഹാസ് കം. അവൻ ഇന്നലെ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ പോയിട്ടുണ്ടാകാനാണ് സാധ്യത. അവൻ ഇന്നലെ വന്നായിരുന്നു, ഇന്ന് പോയി കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ്? ഹി കെയിം യെസ്റ്റർഡേ ആൻഡ് ലെഫ്റ്റ്. അവൻ ഇന്നലെ വന്നു എന്നിട്ട് പോയി. ഹി കെയിം യെസ്റ്റർഡേ ആൻഡ് ലെഫ്റ്റ്, പോയി. ക്ലിയർ ആയോ? ഇനി സംശയമുണ്ടോ? അടുത്തത് ഹി ഹാസ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോയി. ഹി ഹാസ് ലെഫ്റ്റ്, അവൻ പോയി. ഹി ലെഫ്റ്റ് യെസ്റ്റർഡേ. ഇവിടെ നോക്കുവാണ്, യെസ്റ്റർഡേ ഇൻ ദ ഈവനിങ്. ഇന്നലെ വൈകുന്നേരം അവൻ പോയി. വ്യത്യാസം നിങ്ങൾ പറയും. ഹി ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിലുണ്ടോ ഇല്ലയോ? അവൻ വീട്ടിലില്ല, പോയി. ലെഫ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പോയി. ഹാസ് ലെഫ്റ്റ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ നിന്ന് പോയി, ഇപ്പൊ വീട്ടിലില്ല. പക്ഷെ ഹി ലെഫ്റ്റ് യെസ്റ്റർഡേ, അവനെ എങ്ങോട്ട് പോയിന്നോ എപ്പോ പോയിന്നോ എന്നൊന്നും നമ്മൾ ഹി ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഹി ലെഫ്റ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? അവൻ ഇന്നലെ പോയി എന്ന് പറഞ്ഞു. എന്താണ്? ഹി ഹാസ് ലെഫ്റ്റ്, അവൻ പോയി കേട്ടോ. ഇനി എപ്പോഴാ പോയെന്ന് പറയണമെങ്കിൽ നമ്മൾ ചോദിക്കണം. പക്ഷെ ഹി ലെഫ്റ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ അവൻ പോയി കേട്ടോ. കൃത്യമായിട്ടും നമ്മൾ സമയം പറഞ്ഞു. ഇനി ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. അവള് ജോലി ചെയ്ത് തീർത്തു കേട്ടോ. ഹി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്. ഡോണ്ട് വറി, ടെൻഷൻ വേണ്ട. ഷി ഹാസ് ഫിനിഷ്ഡ് ദ വർക്ക്, അവള് ജോലി ചെയ്ത് തീർത്തു. ഷി ഫിനിഷ്ഡ് ദ വർക്ക് ഇൻ ദ മോർണിംഗ്. അവള് അല്ലെങ്കിൽ ഏർലി ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗിൽ അവള് ജോലി ചെയ്ത് തീർത്തു. ഇത് കേൾക്കുമ്പോൾ
പലർക്കും ഒരു സംശയം വരും, ഇതെന്താ ഇങ്ങനെ, ഇതിന്റെ അർത്ഥം എന്താ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെയുള്ളത്. അപ്പോ ഞാൻ പാസ്റ്റിന്റെയും പെർഫെക്റ്റിന്റെയും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായി പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് അത് നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇനി ഇത് മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സ്, നിങ്ങൾക്ക് അതിൽ നിന്ന് പറഞ്ഞ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ കേട്ടെങ്കിൽ കേട്ടു എന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കണം. അല്ലാതെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം പാസ്റ്റ് ടെൻസ് പൂർണ്ണമായും പ്രവൃത്തി കഴിഞ്ഞതാണ്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. പാസ്റ്റ് ടെൻസിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കും, പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കില്ല. അതിൽ നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും, യെസ്റ്റർഡേ, എഗോ എന്നുള്ള വാക്കുകൾ, അതൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, പാസ്റ്റിൽ. അപ്പൊ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് കൊടുക്കും, ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് മന്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ഈ ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പെർഫെക്റ്റും പാസ്റ്റും എടുത്തിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഇത് മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ അത് കേട്ട് നോക്കുക. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല എങ്കിൽ ഞാനിപ്പോൾ തന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.